ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. മാനവികതയുടെ മാറ്റിവെച്ച് കാട്ടിക്കൊണ്ട് 10-60 കൃതികൾ നമുക്ക് വേണ്ടി രചിച്ച് 72 വർഷക്കാലം ജീവിച്ച ജീവിതം ആ മനുഷ്യത്വമാക്കി മാറ്റി. അതായത് മനുഷ്യനായി വന്ന് ദൈവനായി, പിന്നെ ദൈവമായി, ഒടുവിൽ ഗുരുവായി. എല്ലാത്തിനെയും വീട്ടിലാണ് ഗുരു, എല്ലാത്തിനെയും അറിയിക്കുന്നവരാണ് ഗുരു. ആ ഗുരുവിന് ജാതിയില്ല, മതമില്ല, ആണില്ല, പെണ്ണില്ല, പാർട്ടിയില്ല, അവിടമില്ല, ഇവിടമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഞാൻ ഓർക്കുകയാണ്, കേരളത്തിലെ 12 ജില്ലയിൽ നിന്നാണ് ഇവിടെ വന്നത്. പക്ഷേ 12 തന്നെയാണ് ഇവിടെ എന്നാണ് എന്റെ വന്നപ്പോഴത്തെ തന്നെ കാരണം. അവിടെ ഇരിക്കുന്നത് പോലെ തോന്നുകയാണ്, ഇത്രയും ദൂരം വന്നു എന്ന് ഒരു ഓർമ്മ പോലെ. അവിടം വിവിടം എന്നും നമ്മൾക്കെല്ലാം വകഭേദം, അവിടം വിവിടം എന്നും നമ്മൾക്കെല്ലാം വകഭേദം, ഞാനും നീയും ഞങ്ങൾ നിങ്ങൾ അഖിലം അറിവായി കാണുന്നു, അറിവാം ശക്തി അനന്തശക്തി അത് തന്നല്ലേ ഓങ്കാരം. അറിവാം ശക്തി അനന്തശക്തി അത് തന്നല്ലേ ഓങ്കാരം. ഒരുമിച്ചൊരുമിച്ചൊരുമിച്ച് ഓങ്കാരം പാടിയതാ, ആനന്ദത്താൽ ആടിപ്പാടി അവനിൽ എന്നെന്നും വാഴാം. ഭഗവാൻ ശ്രീനാരായണഗുരുദേവന്റെ വാക്കുകൾ നമ്മൾ അയവിറക്കുമ്പോൾ വളരെ ലളിതമായ ഭാഷയിൽ നമുക്കിതൊക്കെ പറയാനും പാടാനും ഒക്കെ കഴിയും. നീ സത്യമാണ്, നീ അറിവാണ്, നീ ജ്ഞാനമാണ്, ആനന്ദമാണ്. ഈ 3 വാക്കുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ഉദ്ധരിച്ച് കാണിച്ച, ഉയർത്തി കാണിച്ച, അല്ലെങ്കിൽ അറിവിന്റെ പ്രകാശമാക്കി മാറ്റിയ ഗുരുദേവൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വര നമ്മുടെ സങ്കല്പമാണ്. നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ് ഗുരു പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പം ഗുരു ബ്രഹ്മമാണ്, വിഷ്ണുവാണ്, തേജസ്വിയായ ശിവനാണ്, സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് പറയുകയും അതിന് വിപരീതമായിട്ട് അതിനെ വിട്ട് അത് മറന്ന് ജീവിക്കുകയും ചെയ്യുക. നമ്മളെ മറക്കാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ബോധസ്വരൂപത്തെ നേരം വഴി കാട്ടും ഗുരുവല്ലോ ദൈവം. ആ ഗുരുവിനെ ഈ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ നമ്മളെ നേരായ വഴിക്ക് തന്നെ ഗുരു നയിക്കും. അപ്പം അറിയാനുള്ള ആഗ്രഹത്തോടുകൂടെ നമ്മുടെ ഈ ശരീരം ശാന്ത സമുദ്രമായി ഈ ലോകം മാറും. ഗുരുക്കന്മാരെ അനുസരിക്കുകയും അറിയാതെ പോകുന്ന ഗുരുത്വ ദോഷമാണ് ഇന്നേ ലോകത്തിൽ അനന്തമുണ്ടോ അജ്ഞതമുണ്ടോ അശാന്തി ഉണ്ടായിരിക്കുന്നു. അനന്തമുണ്ടോ അജ്ഞതമുണ്ടോ ഈ ലോകത്ത് അശാന്തിയാണ്. നമ്മുടെ ഈ രാജ്യത്തിന്റെ മുദ്രാവാക്യം പോലെയാണ് നമ്മൾ ഓം ശാന്തി ശാന്തി ശാന്തി. സ്വാമിജി പറഞ്ഞു, ആധ്യാത്മികവും ഭൗതികവും ദൈവികമായ വിപത്തുകളിൽ നിന്ന് എനിക്ക് ശാന്തി ഉണ്ടാകട്ടെ എന്നാണ് ഈ ശാന്തി മന്ത്രത്തിന്റെ അർത്ഥം. ആ ശാന്തിയാണ് മനുഷ്യനല്ല സർവ്വ ജീവരാശികളും ആഗ്രഹിക്കുന്നത്. ശാന്തിയും സമാധാനവും. അങ്ങനെ ശാന്തിയും സമാധാനവും ഐക്യവും ഒത്തൊരുമയും എല്ലാം ഉണ്ടാകുന്നതിനും സർവവിധമായും സർവ ജീവരാശികളെയും ഒരേ ഒരു ആത്മസ്വരൂപമായി കാണുന്നതിനും എല്ലാം നമുക്ക് കഴിയും ഗുരുവിനെ അനുകരിച്ച. ജീവകാരുണ്യ പഞ്ചമം ഗുരുദേവൻ നിർമ്മിച്ചിട്ടുണ്ട്. അവർ പറയും, എല്ലാവരും ആത്മസഹോദരം അല്ലേ പറയുന്നതേ കൊല്ലം മറുമങ്ങനെ ജീവികളെ എല്ലാം എല്ലാവരും ആത്മസഹോദരം അല്ലേ പറയുന്നതേ
ഇതെന്റെ ഗുരു തന്നെയാണ് ഒരു സർവമത പ്രാർത്ഥനയായിട്ട് എഴുതിയ അണങ്ങപ്പാടത്തിൽ പാടിയത്. ഒരു വീണയും വരത്തരുള്ള അനുകമ്പയും സദാ കരമാകര നയുള്ളയുമൈ വെട്ടകലാത ചിന്തയും. ഒരു വീണ എറുമ്പിന് പോലും മരത്തതും. നമുക്കറിയാം, നമ്മളൊക്കെ എറുമ്പിനെ ഉപദ്രവിക്കാതിരിക്കാൻ പറ്റില്ല. അടിച്ചു വഴിയൊക്കെ ചവിട്ടിയും ചതച്ചും ഒക്കെ നമ്മൾ എറുമ്പിനെ നശിപ്പിക്കും. പക്ഷേ നമ്മൾ ഒന്ന് ഓർക്കണം, ഒരു എറുമ്പിനെ പോലും ഉപദ്രവിക്കുന്നു പറഞ്ഞ ഗുരു അങ്ങനെ തന്നെ ചെയ്തിരുന്ന ആളാണ്. ഗുരുദേവൻ ഒരിക്കലും വീട്ടിൽ ചെല്ലുമ്പോൾ വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇന്നത്തെ പോലെ കഴിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. ആ ഉമ്മറത്ത് നമ്മുടെ മുറ്റത്തോട്ട് കഴിയരുത്. അപ്പം ഗുരുദേവൻ വിളക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. വിളക്ക് കൊണ്ടുവന്നിട്ട് നോക്കി അവിടെ ഇറമ്പുണ്ടാകും. ഇറമ്പുണ്ടെങ്കിൽ അകത്താണ് അവിടെ നിന്ന് കഴുകാൻ കൈ കഴുകാൻ പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞത്, ചിലരൊക്കെ ഇവിടെ ഭക്ഷണം തേടി വരും. നമ്മൾ വെള്ളം എടുത്ത് കൊണ്ടുവിടാന്ന് വെച്ചാൽ അവരെടുത്ത ഭക്ഷണം അവരുടെ കയ്യിൽ നിന്ന് പോകും, പിന്നെ അവരെ തെറിച്ചു പോകും. അത് പാടില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഗുരുദേവൻ ഇവിടെ ഇറമ്പും മരുന്നെന്ന് പറഞ്ഞത്. അപ്പൊ ജീവിതത്തിൽ അതായി മാറുന്നവർക്ക് മാത്രമേ അത് ആധികാരികമായി പറയാൻ കഴിയുകയുള്ളൂ. ഗുരുദേവൻ ശിവഗിരിയിൽ ശ്രമിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും കൊണ്ട് അവിടെ ചെന്നു. ആ കുട്ടിക്കുള്ള രോഗം എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് സാധനം വെള്ളം കുടിക്കണമെങ്കിലും ആഹാരം കഴിക്കണമെങ്കിലും കുട്ടിയുടെ കയ്യിൽ ചക്കര കൊടുക്കണം. ചക്കര കയ്യിൽ കിട്ടാതെ അതങ്ങനെ ചെറുപ്പത്തിലെ ശീലിച്ചതാണ്. ചക്കര കിട്ടാതെ ഇയാളൊന്നും കഴിക്കില്ല. പ്രായമായതൊക്കെ ഈ സ്വഭാവം മാറുന്നില്ല. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും വിഷമമുണ്ടായി. ആരോ പറഞ്ഞു അങ്ങനെ ഒരു വിദ്യയാണ് ഗുരുദേവൻ നടത്തിയെന്ന ഗുരു എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ ഇതൊന്ന് മാറും, അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ശിവഗിരിയിൽ വന്ന കുട്ടിയും ഗുരുദേവൻ നടത്തിയതിന്റെ വിവരമൊക്കെ പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ. അപ്പൊ ഇവരിങ്ങോട്ട് ഇറങ്ങി പറഞ്ഞു, ഓ ഇത്രയും വലിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞല്ല മരുന്ന്, ഇനിയും വണ്ടിക്കൂലി മുടക്കി വരട്ടെ എന്നാലും ഗുരുവത്തോണ്ട് ഇറങ്ങി പോകും. പിന്നെയും വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓർത്തു, ഒരു ഗുരുവല്ലേ പറഞ്ഞത്, എന്താണെന്ന് അറിയാമല്ലോ, പോകാമെന്ന് വിചാരിച്ച് വീണ്ടും അവരെ തിരിച്ചു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് ശിവഗിരി വന്നു. ഗുരുവിന്റെ അടുത്ത് എന്ന കുട്ടിയുമാണ്. ഗുരുദേവൻ വാത്സല്യത്തോടു കൂടി, കരുണയോടു കൂടി, ആനന്ദത്തോടു കൂടി ആ കൊച്ചു കുട്ടിയുടെ കയ്യെ പിടിച്ചിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു, ഇനിയും ചക്കര തിന്നരുത് കേട്ടോ, ഇനിയും ചക്കര തിന്നരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊണ്ടുപോയേക്കാൻ പറഞ്ഞു. ഉടനെ ഇങ്ങോട്ട്